അപ്പോൾ ഗൈസ് അങ്ങനെ ഒരു ദിവസം കൂടി നമ്മൾ 4 മണിക്ക് നീറ്റിരിക്കുകയാണ്. കാരണം എന്താ വയ്ക്കുകയാണെങ്കിൽ ഇന്നലെ 10 മണിക്ക് തന്നെ എനിക്ക് പേരും ഉറക്കം വരില്ലേ. ഇത് കുറേ ദിവസമായി നല്ല രീതിയിൽ ഉറക്കം വരും രാത്രി. എനിക്കൊന്നും പറയാനില്ല, രാവിലെ എണീക്കാനും കഴിയില്ല. ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ഫാനൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കിടന്ന് വിയർത്തൊളിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ വിയർത്തിട്ടുണ്ട്. കാണാൻ കയറുന്നത് ബ്ലാക്കായിട്ടാണ് കാണുന്നത്. 3 മണിക്കുണ്ട് അല്ലാതെ ഒറ്റയടിക്ക് നീറ്റ് ഒരു സ്നൂസും ചെയ്തില്ല. അത്രേ ഉള്ളൂ. കയ്യെന്ന് വെച്ചാൽ കയ്യൊക്കെ ചെയ്യും. ഉറക്കം വരുന്നുണ്ട്. അവരുടെ എന്തായാലും ഇനി പഠിക്കാൻ പോകണം. എന്താ പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ ക്ലാസ് അത് ഞാൻ ഇന്നലെ കുറേ കണ്ടിച്ചിരുന്നു. ഞാൻ 52 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്, അത് കാണണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഓർഗാനിക് കെമിസ്ട്രി റിവൈസ് ചെയ്യാനും കൂടി ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഏകദേശം 53 മിനിറ്റോളം ബാക്കിയുണ്ട്. 1 മണിക്കൂർ കണ്ടുവച്ചിട്ടുണ്ട്. 52 മിനിറ്റ് ബാക്കിയുണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ലാബൊക്കെ ഉണ്ട്. അതിനോണ്ട് ഇന്ന് എന്തായാലും സ്കൂളിൽ പോകുന്നുണ്ട്. അതിനോണ്ട് ഒന്നുമില്ല, സ്കൂളിൽ പോകുന്നുണ്ട്. 4 മണിക്ക് നീറ്റിട്ട് ഇത് കഴിഞ്ഞിട്ട് ഓർഗാനിക് റിവൈസ് ചെയ്യാൻ കഴിയുന്ന ടൈം ഉണ്ടാവും എന്ന് വിചാരിക്കുക. എന്തായാലും രാവിലെ നീറ്റ് ഒറ്റ ഉറക്കില്ല, ഒറ്റയടിക്കണ്ട് ചാടി നീറ്റാൻ അറിയാതെ. എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കയ്യൊക്കെ എന്താ നല്ല വേണ്ടായിരുന്നു. കാരണം കയ്യൊക്കെ ഇങ്ങനെ തരിച്ചു പോയി, എന്തോ ആയിപ്പോയി. അപ്പം എന്താ അറിഞ്ഞൂടാ. എന്തായാലും നേരെ സ്റ്റാർട്ട് ചെയ്യണം. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം കാണാൻ 6 മണി ആവാനായിട്ടുണ്ട്. ഫിസിക്സ് മൊത്തം മാത്സ് മൊത്തം പഠിച്ചു കഴിഞ്ഞു. പിന്നെ പല്ല് വെച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി റിവൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ റിവിഷനിലേക്ക് എന്തായാലും നടക്കും. അപ്പോൾ നല്ല ഇട്ടാണ് ഞാൻ കാണിച്ചത്. A few moments later. വെച്ചാതിട്ട് 6 മണിയായിട്ടും പെരിഞ്ഞിട്ട് കണ്ണിൽ കൂടെ ആണെങ്കിൽ കുറച്ചെങ്കിൽ കാണുന്നുണ്ട്, ഫോണിൽ കൂടെ ആണെങ്കിൽ അത്രയും കാണുന്നുണ്ട്. അടിച്ചാതിട്ട് അവിടെയൊക്കെ നല്ല ലൈറ്റ്, അത്യാവശ്യം ലൈറ്റ് ഉണ്ടല്ലോ. ചെറിയ മീനിങ് അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, പക്ഷേ ഫോണിൽ ഇത്രയേ കാണുള്ളൂ. വെച്ചാതി മഞ്ഞ് ഫോണിലൊന്നും കാണില്ല. ഉള്ള കാര്യം പറയല്ലോ, തീരെ ക്ലാരിറ്റില്ല. ഉള്ള കാര്യം പറയല്ലോ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പഠിക്കാം. ഏതാ പാഠം നോക്കാം. അപ്പോൾ ഗൈസ് റിവൈസ് ചെയ്യാൻ പോകുന്നത് ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് 7ാം പാടൊക്കെ പഠിച്ചു കഴിഞ്ഞ് ചേമ്പാണ്. 7ാം പാടൊന്നും എത്തിയില്ല. 4-ന് നേരെ 7 അടി. ഇതൊക്കെ നോട്ടുണ്ടാക്കിയെന്നുള്ളൂ, പഠിച്ചിട്ടേ ഇല്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ ഇതെന്തായാലും റിവൈസ് ചെയ്തിട്ട് പറഞ്ഞാൽ എഴുതി റിവൈസ് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രി നല്ല സീനാണ്. അപ്പോൾ ഗൈസ് പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല പേടിയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, CS ഇത് 4 വിഷയത്തിൻ്റെ റെക്കോർഡ് ഇപ്പോഴും ഫുള്ളല്ല അറിയുകയാണെങ്കിൽ എല്ലാം ഒരു 10 പേജോടെ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അതാണ് എനിക്ക് നല്ല പേടിയാണ്. കാരണം റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനുള്ള ദിവസമായി. പിന്നെ കുറേ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. നല്ല രീതിയിൽ പേടിയുണ്ട്. +2 തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ടഫായി തോന്നി. +2 വരെ പഠിച്ചാൽ +2 തന്നെയാണ് ഏറ്റവും ടഫ്, ഒന്നും പറയില്ല. ഞാൻ +1 വരെ സിമ്പിളെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിക്ക് വെച്ചിരുന്നു പഠിക്കാൻ. പക്ഷേ +1 റെക്കോർഡ് ഒന്നും ഇല്ലായിരുന്നു, വൻ സിമ്പിളായിരുന്നു. ഉള്ള കാര്യം പറയുള്ളൂ. +1 ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ പഠിക്കാനുണ്ട്. ഇനി ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെറുതെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വെച്ച് നിൽക്കല്ല, അങ്ങനെ പണി കിട്ടും. +1 എന്താ ഭാഗ്യത്തിന് എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിട്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ +2 പിടിക്കാനാണ് പണി. റെക്കോർഡൊക്കെ ഉള്ളതുകൊണ്ടാണ്. റെക്കോർഡൊക്കെ 6 കണ്ടെത്തി. ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ചൊന്നും. നല്ല അഭിപ്രായങ്ങളാണ് ഒക്കെ. എന്തായാലും ഞാൻ പഠിക്കട്ടെ, വേറെ പണിയില്ല. അപ്പോൾ ഗൈസ് വിചാരിച്ച അത്രയും റിവൈസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും 2 പേജും ഇത്രത്തോളം റിവൈസ് ചെയ്തതാണ്. അത് പിന്നെയും മറന്നു. എങ്ങനെ റിവൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനാണെങ്കിൽ മടുപ്പാണ്, സത്യം പറയല്ലോ, നല്ല മടുപ്പാണ്.
പ്ലസ് 1 മാറിയല്ലേ, പ്ലസ് 2 5 ഓർഗാനിക് ചാപ്റ്റർ, ഇൻറ്റൻസീവായിട്ടുള്ള ഡെറിവേഷൻസ് ഒക്കെ ഫിസിക്സിൽ. പണി പെട്ടാലേ കിട്ടുള്ളൂ. ഇനി നല്ല പണി എടുക്കേണ്ടി വരും, ഹാർഡ് വർക്കേ എടുക്കാൻ കഴിയുള്ളൂ. അല്ല അതിനൊന്നും ഒന്നും ചെയ്യാനില്ല, ഇത് തന്നെ പഠിപ്പിക്കണം. എൻ്റെ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ഇടുക. നിങ്ങളെ റെക്കോർഡൊക്കെ എഴുതി കഴിഞ്ഞോ? എൻ്റെ ക്ലാസ്സിലുള്ള ബയോസയൻസുകാർക്കൊക്കെ എൻ്റെ സ്കൂളിലെ അവർക്കൊക്കെ സ്കൂൾ പൂട്ടിയപ്പോൾ തന്നെ എഴുതാനൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. നിങ്ങൾക്കൊക്കെ കഴിഞ്ഞോ, അല്ലെങ്കിൽ സെയിം അവസ്ഥയാണെന്നൊക്കെ കമൻറ്റ് ഇടുക. എനിക്ക് ഇവിടെ പേടിയായിട്ട് വയ്യ, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടില്ല. എൻ്റെ ക്ലാസ്സിൽ കുറേ എണ്ണം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഇപ്പം ഈ സ്കൂളിൽ പോകുമ്പോൾ കാണാം. ഇനിയിപ്പോൾ ഫുള്ള് ബ്രേക്കാണ്. ഫുള്ള് ബ്രേക്ക് പറഞ്ഞാൽ ഇനി ചായ കുടിക്കാണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 5 രൂപയായിട്ടുണ്ട്. സ്കൂളിൽ വിട്ട് എത്തിയിട്ടുണ്ട്. 5 മണിക്ക് എത്തിയിരുന്നു. വീഡിയോ എടുക്കാൻ 5 രൂപയെന്നുള്ളൂ. സംഭവം രാവിലെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും വീഡിയോ എടുക്കലില്ല, അതിനോട് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഓർമ്മയുണ്ടാവില്ല, അങ്ങനെയാണ്ട് സ്കൂളിൽ പോയി ഇപ്പോൾ വന്നപ്പോഴാണ് എനിക്ക് വന്നപ്പോഴും ഓർമ്മ ഉണ്ടായില്ല. 5 മണിക്ക് എത്തിയിരുന്നു. 5 രൂപന് വീഡിയോ എടുത്തു. ഇനി എന്തായാലും ഇപ്പോൾ പഠിക്കാനില്ല, കാരണം പഠിക്കാൻ കഴിയത്തില്ല. 7 മണിക്കേ പഠിക്കാൻ കഴിയുള്ളൂ. അതാണ് പോളിസി. അപ്പോൾ ഗൈസ് നമ്മളെ സ്ഥിരം ചെമ്പട്ടി കമത്തിൽ ഇവിടെ ഇറക്കിയിട്ട് നല്ല വിഷമുണ്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ ശരിക്കും കുറച്ച് ചോറുണ്ട്, പക്ഷെ നല്ല ചോറുണ്ട്. ടൈം ഏകദേശം 7 മണി ആവാനായി. സീനാണ്, എന്തായാലും വെച്ച് പിടിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ കറക്റ്റ് 7 മണി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ചെമ്പട്ടി കമത്തി ഇവിടെ എത്തിയിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പട്ടിക്ക് ഒന്ന് കമത്തി വെക്കുക, നല്ല കിണ്ണം ടേസ്റ്റാണ്. ഒക്കെ കൂടി കൂട്ടിക്ക് വെച്ച് അങ്ങോട്ട് തിന്നുമ്പോൾ രസം കൂടി ഉണ്ട്, കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഈ നല്ല വിശപ്പുണ്ടാകുമ്പോഴേക്കും അങ്ങനെ ചെയ്യുള്ളൂ. കാരണം ഇന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു, എന്താ പറയുക നല്ല വിശപ്പ്. അതിനോട് തന്നെ ഇപ്പോൾ നല്ല തിന്നുകൊണ്ട് ഇനി രാത്രി തിന്നേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രാത്രി തന്നെയാണ്, എന്നാലും അങ്ങനെയൊക്കെയാണ്. പിന്നെ ചെമ്പട്ടി കമത്താന്ന് പറഞ്ഞ പേര് എങ്ങനെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പട്ടിയിലെത്തി തിന്നതുകൊണ്ട് ചെമ്പട്ടി കമത്താന്നത്തെ പേരിട്ടാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പേരിലൊക്കെ എന്ത് പ്രശസ്തി, തിന്നണല്ല കാര്യം. പിന്നെ അത് കിടിലാണ്, ഒന്നും പറയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ കിണ്ണം. ലാസ്റ്റ് അതൊക്കെ ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ടൊരു തണുത്ത നാരങ്ങ കൂടി തിന്നുമ്പോൾ കിണ്ണം. പിന്നെന്താ പറയുകയാണെങ്കിൽ ആ ചോറ് നമ്മളിങ്ങനെ കുറേ തിന്നാം, വെള്ളം കുടിക്കരുത്. കുറേ ചോറ് തിന്നിട്ട് ലാസ്റ്റ് ആ ചോറൊക്കെ കൂടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തട്ടും. നല്ല സീനാണ്, നല്ല ഇങ്ങനെ തട്ടും. അപ്പോൾ ഒരു വെള്ളത്തിനായിരിക്കും. വെള്ളം കുടിക്കാതെ പിന്നെ അങ്ങോട്ട് തിന്നായില്ല. അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. സീനാണത്. അപ്പോൾ ഒരു ചൂടുവെള്ളം കുടിക്കരുത്. ചൂടുവെള്ളം തണുപ്പിച്ച് ആറ്റിയത്, അല്ലെങ്കിൽ തണുത്തള്ളം. ഞാൻ പറയും തണുത്തള്ളൊക്കെ കുടിക്കുക, പക്ഷേ വവ്വാലൊക്കെ സീനാണ്. അങ്ങനെ തണുത്തള്ളം കുടിക്കുമ്പോഴുള്ള സുഖം വേറെ ഒന്നുമില്ല, കിടില സീനാണ്. അപ്പോൾ പറഞ്ഞതൊക്കെ ഒരു ഫുഡ് ബ്ലോഗ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ പഠിക്കാൻ പോവാണ്. എന്താ പഠിക്കേണ്ടതെന്നൊക്കെ ആലോചിക്കട്ടെ. അപ്പോൾ ഇതിനൊരു 7 മതി, എന്തായാലും ആലോചിക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് ആലോചിച്ച് ഏരെയായിട്ടുണ്ട്. എന്താ പഠിക്കേണ്ടതെന്നൊരു പിടുത്തം കിട്ടില്ല. അതിനോണ്ട് തന്നെ ഞാൻ രാവിലെ റിവിഷൻ ചെയ്തതിൻ്റെ ബാക്കി വിചാരിച്ച് റിവിഷൻ ചെയ്യിച്ച്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി പറയാനുള്ള കാര്യം ദിവസം റിവിഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നണേ. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞതും. എന്തായാലും നമുക്ക് ജസ്റ്റ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം, അത്ര തന്നെ പറയാനുള്ളൂ. All the barricades, I wanna know why they hold me back. Need a miracle to break me through, but I won't get that. If I was a real wonder, then I could save me from turning around, lift me off the ground, and one day I'm free. Yeah, I wanna be a real wonder. അപ്പോൾ ഗൈസ് ഇപ്പോൾ 9:05 ആയിട്ടുണ്ട്. എൻ്റെ പൊന്നും മച്ചാമാരെ എന്ത് കഷ്ടപ്പാടാണ് ഇങ്ങനെ റിവിഷൻ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എജ്ജാതി ചടപ്പ്, അത് ഓർഗാനിക് ഇവിടെ എഴുതി കൈ വേണ്ടത് ചെയ്യാം. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനിയിപ്പം വേറെ എന്തെങ്കിലും പഠിക്കാം. എനിക്ക് വയ്യ, ഉറക്കം തൂങ്ങിയിട്ട് വയ്യ, മടുത്തിട്ടാണ്. എന്താ അറിഞ്ഞൂടാ, ഇങ്ങനെ മടുക്കരുന്നില്ല. അതും റിവിഷൻ ചെയ്യാൻ കുറേ ഉണ്ട്. അതാണ് ഇതൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോഴത്തേനും ഒരു തലക്കെന്ന് മറന്നു പോയി. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇനി എന്തായാലും AC കറൻസ് നോക്കാൻ പോകണേ. അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാൻ വിചാരിച്ചു. എന്തായാലും ഫുള്ളൊന്നും കഴിയില്ല, എന്തായാലും കുറച്ചൊക്കെ നോക്കാം. നമുക്ക് കഴിയുന്ന തന്നെ നോക്കാം. എന്തായാലും നോക്കാൻ പോവാം. അപ്പോൾ ഗൈസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിൻ്റെ ലൈവ് ഇട്ടിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറും. എന്താണത് ക്ലിയർ ആവാത്ത ചേമ്പ്. ഇതൊന്നും 1 മണിക്കൂർ 58 മിനിറ്റ് ഉണ്ട്, അത്ര ഉള്ളൂ.
ഇതപ്പോൾ നമ്മളിവിടെ തമ്പനയിൽ സെറ്റാക്കാനുള്ള ഇതിലാണ്, അതിനോണ്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കുക വെച്ച് എന്തായാലും പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്തു. ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞ്. അത്ര നേരം കുത്തിട്ട് ചാർജ് ചെയ്യാമെന്നു, എന്തെങ്കിലും ആവട്ടെ. ഗായ്സ് സത്യം വരില്ല, ഇപ്പോൾ തീരെ പഠിക്കാൻ ഒരു ഇതില്ല. 10 മണിയാവാനായി. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ, വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ തീരെ പഠിക്കാൻ തോന്നില്ല. അതിന് പുറമെ ഇപ്പോൾ ഈ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ റിവിഷനൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നല്ല കട്ട മടുപ്പാണ് പോകുന്നത്. എന്താ പറയുക, അവിടെ ചട്ടച്ചിട്ട് വയ്യ. ഞാൻ എന്തായാലും എനിക്കില്ല കഴിയും. ഇനി എന്തായാലും നാളെ മറ്റന്നാളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പഠിക്കുക. ഇനി എന്തായാലും പോയിട്ട് 2 സിനിമ ഉണ്ടാട്ടെ. വയ്യ, എത്താതെ സ്ട്രെസ്സാണ് ഫുള്ള്. പഠിച്ച് അങ്ങനെയല്ല, എന്താ പറയുക, ഒന്നും പറയാനില്ല. ഈ നായ എന്തിനാ കൊരയ്ക്കും കൂടി പ്രാന്തിരിക്കുന്നേ. സത്യം പറയാമല്ലോ. ഒന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.